സീപ്ലെയിനിൽ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല ഇപ്പോൾ ഒരു എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. പകരം വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഒരു എതിർപ്പ് വന്നിട്ടുണ്ട്. മൂന്നാറിലെ DFO ജില്ലാ കളക്ടർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് അറിയാമോ? ഈ മാട്ടുപ്പെട്ടി പ്രദേശം എന്ന് പറയുന്നത് അതീവ പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് ആ പ്രദേശത്ത് സീപ്ലെയിൻ ഇറങ്ങിയാൽ അത് വന്യമൃഗങ്ങൾക്ക് അവരുടെ സ്വൈരവിഹാരത്തിന് തടസ്സമാകും എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ മൂന്നാറിലെ DFO ഇടുക്കി ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ, മറുഭാഗത്ത് മൂന്നാറിലെ DFO. MM മണി ഇതിനൊരു വിമർശനം പറഞ്ഞിരുന്നു. അത് ഞാൻ സന്ദീപിന്റെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് പറയാം. സന്ദീപ്, വെരി ഗുഡ് മോർണിംഗ്. സന്ദീപ് രാജാക്കാട് ചേരുന്നു ഇടുക്കിയിൽ നിന്നും. മൂന്നാർ DFO കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഈ സീപ്ലെയിന് പാരയാവുമോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. വനം വകുപ്പ് ആയതുകൊണ്ട് തന്നെ അത് പാരയാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന പദ്ധതികളെല്ലാം ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ കൊടുത്തു മുടക്കുന്ന ഒരു സ്വഭാവം പൊതുവിൽ ഇടുക്കിയിൽ വനം വകുപ്പിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും സീപ്ലെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് വളരെ വിശദമായി തന്നെ ജോബ് ജെ നെരിയമ്പറമ്പിൽ എന്ന DFO ഇടുക്കി ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. അതിൽ വ്യക്തമായി പറയുന്നത്, ഒന്ന്, ഈ മാട്ടുപ്പെട്ടി പ്രദേശം കാട്ടാനകൾ എപ്പോഴും എത്തുകയും തമ്പടിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ്. ഒപ്പം തന്നെ മറ്റ് വന്യജീവി സങ്കേതങ്ങൾ, ആനമുടിച്ചോല നാഷണൽ പാർക്ക്, പാമ്പാടിച്ചോല നാഷണൽ പാർക്ക്, അതോടൊപ്പം തന്നെ നീലക്കുറിഞ്ഞി സാങ്ച്വറി, ഇത്തരം സംരക്ഷിത വനമേഖലകൾ ഇതിനോട് ചുറ്റുമാണ് നിലനിൽക്കുന്നത്. ഇത് അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ മറ്റു ജീവജാലങ്ങളുണ്ട്, വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുണ്ട്. അവയ്ക്കെല്ലാം ഇത് തിരിച്ചടിയാകും ഈ സീപ്ലെയിൻ പദ്ധതി വന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഈ വനംവകുപ്പിന്റെ ഒരു വാദം ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി അതിനകത്ത് അദ്ദേഹം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത്തരം സംരക്ഷിത മേഖലകളിൽ, ഇല്ലെങ്കിൽ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുന്നതിന് കേന്ദ്ര വനം വന്യജീവി വകുപ്പിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇടുക്കിയിൽ ഒരു പദ്ധതിയും കൊണ്ടുവരുവാൻ കഴിയില്ല. കാരണം ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളും മറ്റ് നാഷണൽ പാർക്കുകളുമുള്ള ഒരു ജില്ല കൂടിയാണ്. 55% വനമേഖലയാണ് ഇടുക്കിയുടെ ആകെ ഭൂപ്രകൃതിയിൽ. അതുകൊണ്ട് തന്നെ ഒരു പദ്ധതി പോലും, ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ഇടുക്കിയിലേക്ക് വനം വകുപ്പ് തടസ്സവാദം ഉന്നയിക്കുമ്പോൾ കൊണ്ടുവരുവാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. മൂന്നാറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ മാട്ടുപ്പെട്ടി ഡാമും അതിൻ്റെ വൃഷ്ടിപ്രദേശവും എന്ന് പറയുന്നത് KSCBയുടെ ഒക്കെ ആണ് എങ്കിൽ പോലും ഇവിടെ ഒരു സമാന്തര ഗവൺമെൻറ്റായി വനം വകുപ്പ് പ്രവർത്തിക്കുകയും വികസന നടപടികൾക്ക് തടസ്സം നിൽക്കുകയും ചെയ്യുകയാണ്. ഇത്തരമൊരു പദ്ധതി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാതെ തന്നെ എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്ന നിലപാടാണ് വനം വകുപ്പ് സ്വീകരിച്ചത്. അതാണ് ജോയിന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അത് നടക്കില്ല, അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ എതിർപ്പ് അറിയിച്ച് വനം വകുപ്പ് രംഗത്തെത്തുകയാണ്. അതിന് പിന്നീടാണ് ഇപ്പോൾ റിപ്പോർട്ടായി തന്നെ അത് ഔദ്യോഗികമായി ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ സീപ്ലെയിൻ പദ്ധതി വലിയ ഒരു സാധ്യതയാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം. ഇടുക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന, മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വലിയ സാധ്യതകൾ നിലനിൽക്കുമ്പോഴാണ് വനം വകുപ്പ് അതിനും തടസ്സം നിന്നിരിക്കുന്നത്. നമുക്കറിയാം, ടൂറിസം മേഖലയിൽ വനം വകുപ്പിന്റെ എതിർപ്പ് കൊണ്ട് നിരവധി പദ്ധതികൾ ഇടുക്കിയിൽ മുടങ്ങിപ്പോയി കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് അടക്കം വനം വകുപ്പിന്റെ എതിർപ്പിലും അതുപോലെ തന്നെ വനം വകുപ്പ് കോടതിയെയും ഒക്കെ സമീപിച്ചാണ് അത് നിർത്തലാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നിരന്തരം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിലേറ്റവും പ്രധാനമായി സ്വപ്ന പദ്ധതിയായിട്ടുള്ള സീപ്ലെയിനും ഇപ്പോൾ എതിരഭിപ്രായം പ്രകടിപ്പിച്ച്, ഇല്ലെങ്കിൽ അത് നടപ്പിലാക്കരുത് എന്ന് തന്നെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വനം വകുപ്പ് രംഗത്തെത്തിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. എന്തായിരുന്നാലും ഇടതുപക്ഷവും മറ്റ് പ്രവർത്തകരും അടക്കം, കോൺഗ്രസ് അടക്കം ഈ വനം വകുപ്പിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായിട്ട് മുന്നിട്ടെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ LDFന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇത്തരം സാഹചര്യങ്ങളുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല, പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ആലോചിച്ച് പ്രായോഗികമായി നടപ്പിലാക്കണം, അതിനുവേണ്ട ചർച്ചകളാണ് ആവശ്യം എന്നതടക്കം മണിയാസാനൊക്കെ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. അത്തരം നിലപാടുകൾ വനം വകുപ്പിനെതിരെ മുമ്പ് മണിയാസാൻ അടക്കമുള്ളവർ സ്വീകരിച്ചിട്ടുണ്ട്. പൊതുവിൽ ഇടുക്കിയിൽ ആനയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഓരിക്കൊടുക്കണോ എന്നാണ് പറഞ്ഞത് മണിയാശാൻ. മണിയാശാൻ അങ്ങനെയൊക്കെ പറയാം, വനം വകുപ്പിനോട് വേറെ ആരെങ്കിലും പറയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്നാലും താങ്ക് യു സന്ദീപ്.